ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ നിന്ന് പച്ചക്കായ കൊണ്ട് ഒരു ടേസ്റ്റായ ഒരു കറി ഉണ്ടാക്കാനാണ് കരുതിയിരിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് ചാക്കരിച്ചോറുക്കും പിന്നെ കൂട്ടാൻ പറ്റിയ കറിയാണ്. നല്ല ടേസ്റ്റിയായ കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയായ കറി. അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളായി മുറിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇനി അത് പീസാക്കി നുറുക്കാം നമുക്ക്. ഇത്ര കട്ടിയിലാണ് നമുക്കിത് നുറുക്കേണ്ടത്. തീരെ കട്ടിയില്ലാതെ നുറുക്കരുത് കേട്ടോ. പറ്റ കലങ്ങിപ്പോവും. അപ്പോൾ കുറച്ചൊക്കെ അത്യാവശ്യം കട്ടി വേണം. ഇത് നമ്മൾ വെള്ളത്തിലിടുന്നത് ഇതിന് കുറച്ച് കറയൊക്കെ ഉണ്ടാവും. അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ കഴുകിയിട്ട് ഇനിയൊരു കുക്കറിലേക്ക് മാറ്റുകയാണ്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ടിട്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളകും തക്കാളിയൊക്കെ ഞാനിതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. ഇതൊക്കെ ഒന്നോ രണ്ടോ വിസിൽ വരുമ്പോഴത്തേന് നമുക്ക് അത് വേവായി കിട്ടും. അപ്പോൾ ഞാൻ കുക്കർ മൂടി വെച്ചുകൊണ്ട് തീ കത്തിക്കാൻ പോകും. അപ്പോൾ നമ്മൾ ആ കറിയിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത്രേ അരക്കാനുള്ളത് കേട്ടോ. തേങ്ങയിൽ അരക്കാനുള്ളത്. നമ്മൾ വീട്ടിൽ എത്ര ആളുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് ചേരുവകളൊക്കെ മാറ്റണം. ഞാനിപ്പോൾ 3 ആൾക്കുള്ള കറിക്കുള്ള ചേരുവയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറി ഉണ്ടാവുള്ളൂ. അതിന് 2 പച്ചക്കായയാണ്. അപ്പോൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ പച്ചക്കായും കൂടുതൽ എടുക്കണം, തേങ്ങയും കൂടുതൽ എടുക്കണം, എല്ലാ സാധനങ്ങളും കൂടുതൽ എടുക്കണം. അപ്പോൾ നമ്മൾ ഈ തേങ്ങക്കായ നല്ലതുപോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കറിയിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ നമ്മളെ പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിത് നല്ലതുപോലെ കുത്തി എടുക്കുകയാണ്. ഒരു ആവറേജ് കുത്തി എടുക്കണം. അല്ലാതെ നല്ലോണമൊന്നും ഉടയണ്ട, ഒരു പാകത്തിന് ഉടയണം. ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കാം. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കറിയേക്കാരം. വെള്ളച്ചോർക്ക് നല്ല ചാക്കരി ചോർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഒരു മീൻ വറുത്തതും കുറച്ച് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിൽ മുളക് പൊടിയൊന്നും ഇടൂല കേട്ടോ. ഇതിൽ പച്ചമുളക്, ചീനാപ്പറങ്കി അരി, അല്ല കാന്താരി അറിഞ്ഞത് ആ മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പച്ചമുളകാണ് ഇടേണ്ടത്. ചുമന്ന മുളകൊന്നും ഇതിൽ ഇടൂല കേട്ടോ. ചുമന്ന മുളകിന് ടേസ്റ്റ് വേറെയാണ്. ഇതിങ്ങനെ വെക്കണ കറിയാണ്. അപ്പോൾ നല്ലോണം ഒന്നും ചൂടായി തുള്ളാനേ പാടുള്ളൂ. അല്ലെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുണ്ടാവും ഒന്നിങ്ങനെ തുള്ളി വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും അതേപോലെ ഒന്ന് തുള്ളി വന്നാൽ മതി. എന്നാലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറേ സമയം തിളക്കാൻ പാടില്ല. ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി വറുത്ത് ഇടുകയാണ് കേട്ടോ. കടുക് വേണ്ടവർക്ക് കടുക് ഇടുക. കടുകിലേറെ ടേസ്റ്റ് ഉള്ളി ആയിരിക്കും. അപ്പോൾ പാനൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ, അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട. ഉള്ളി ചുമക്കാനുള്ള വെളിച്ചെണ്ണ മതി.
അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില മൂത്താൽ നമ്മളിത് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ട നല്ല ടേസ്റ്റിയായ പച്ചക്കായ കൊണ്ട് കറി നമുക്ക് കഴിക്കാം. നല്ല കട്ടിയുള്ള കേട്ടോ, നല്ല കട്ടിയുള്ള കറിയേക്കാരം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും. ഉപ്പൊക്കെ എല്ലാവരും പാകത്തിന് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ അയില മീൻ പൊരിക്കാൻ ഫ്രൈ ചെയ്യാനുള്ള പിന്നെ ചേരുവകളാണ് പറയാൻ പോകുന്നത്. 1/2 കിലോ അയില മീൻ, അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇത്തിരി ഉലുവ കേട്ടോ, കുറേയൊന്നും പാടില്ല, കുറച്ച് ഇത്തിരി, പിന്നെ വലിയ ജീരകം, കുരുമുളക്, മുളക് പൊടി 2 ടീസ്പൂണ്, വലിയ ജീരകം ഇത്തിരി 1/4 ടീസ്പൂൺ മതി, കുരുമുളക് ഏകദേശം ഒരു 1/2-3/4 ടീസ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, 3 പച്ചമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ 1/2 കിലോ അയില പൊരിക്കണിലേക്ക് ചേരുവ. ഇത് നമ്മൾ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഇത് എല്ലാം നല്ലപോലെ ചേർത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പം ഞാനിത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഞാനിനി ഈ അയില മീനേക്ക് പുരട്ടി കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിലും ഇങ്ങനെ പുരട്ടി കൊടുക്കണം. അപ്പോൾ നല്ല മസാലയൊക്കെ ഈ അയില മീനിൽ പിടിക്കും. നമ്മൾ ഏത് മീനാണെങ്കിലും ഇങ്ങനെ നല്ല കട്ടിയിൽ ഇങ്ങനെ മാവ് വെച്ചിട്ട് കോൺഫ്ലവറൊക്കെ ചിലവർ തേച്ച് കൊടുക്കാറുണ്ട്. ഞാനതൊന്നും ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ ചെറിയുള്ളി, കറിവേപ്പ്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും ചിലർ കൂട്ടും. ഓരോരുത്തരെ താല്പര്യം പോലെ ഇരിക്കും. ഞാനിങ്ങനെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ മസാല എല്ലാ മീനിലും ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ആണ്ട് മസാല നല്ലപോലെ ഉണ്ടോ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് സമയം, ഞാൻ കുറേ സമയമൊന്നും വെച്ചിട്ടില്ല, എനിക്ക് സമയമില്ലാത്തത് കാരണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് സെറ്റാവും. ഇല്ലെങ്കിൽ അപ്പോഴേ പൊരിച്ചെടുക്കാനും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ മീൻ വറുത്തെടുക്കാൻ. അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം മുരിയാനുണ്ട്. ഇത് നല്ല വെന്തിട്ട് വേവായിട്ട് മുരുകുമ്പോൾ നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ. പെട്ടെന്ന് മറിച്ചിടരുത്, നല്ലുള്ള അരവൊക്കെ അതിൽ പൊളിക്കുക ശരിക്ക്. അപ്പോൾ നമ്മളെ മീനൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മറിച്ചിടാൻ പോവുകയാണ്.
മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങേ ഭാഗം അടിഭാഗം കൂടി മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി വേവിക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഭക്ഷണം ഉണ്ടാക്കാറ്. അതാണ് നമുക്ക് ടേസ്റ്റ്. നമ്മളെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ വെറും വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് ഇനി അടിഭാഗം കൂടി മുരിയാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഇനി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മളിത് ഫുള്ള് ഫ്ലെയിമിലിട്ട് കണ്ടൊന്നും ചെയ്തിട്ടോ. അപ്പോൾ മീൻ കരിഞ്ഞു പോവും, അരവൊക്കെ കരിഞ്ഞു പോവും. ഈ കറിവേപ്പിലൊക്കെ എണ്ണയിൽ കിടന്നിങ്ങനെ മുരിയുമ്പോൾ അതിന് വേറെ രുചിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മീൻ പൊരിച്ചാൽ ഉലുവയുടെ രുചി നമുക്ക് മീനിൽ ചേരുമ്പോൾ ആ ഉള്ളിയെല്ലാം ചതക്കുമ്പോൾ മിക്സിയിലിട്ട് ചതക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ഈ ഉലുവയൊക്കെ നല്ലതുപോലെ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ നോൺ സ്റ്റിക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ ഗ്യാസ് ആകുമ്പോൾ നമുക്ക് നടുവിൽ മാത്രമാണ്, എല്ലാ ഭാഗത്തും ഒന്നും എത്തിപ്പെടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ച് കൊടുക്കണം ചട്ടി, എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞ് കിട്ടുക. എണ്ണ നമ്മൾ കുറവാ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ മുങ്ങി നിൽക്കണ്ട വെളിച്ചെണ്ണ. നമുക്ക് ഇത് വേവാനുള്ള എണ്ണ ഇങ്ങനെ മതി. മുങ്ങി എന്നാൽ ചിലപ്പോൾ മസാലയൊക്കെ അതിൽ പിടിക്കുമോയെന്ന് അറിയില്ല. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ പച്ചക്കായൻ്റെ കറിയും മീൻ വറുത്തതും ചോറും പപ്പടം ഒരു ഉപ്പേരിയും അച്ചാറോ തൈരോ അതെല്ലാം കൂട്ടി നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റായിരിക്കും. മീൻ വറുത്തതൊക്കെ നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.